വിനയുടെ അച്ഛനും അമ്മയും? എനിക്ക് അച്ഛനും അമ്മയും ചെറുപ്പത്തില് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. പിന്നെ ചെറുപ്പം തൊട്ടേ ഞാൻ ഒരു ഓഫനേജിലായിരുന്നു, ഗാന്ധി ഭവൻ. പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു. പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചുപോയെന്ന് ആരാ പറഞ്ഞത്? അച്ഛനും അമ്മയും മരിച്ചു എന്ന് ആന്റിയാ പറഞ്ഞത്. എനിക്കത് ഉറപ്പൊന്നുമില്ല. എന്റെ അച്ഛനും പിന്നീട് മനസ്സിലായോ അവര് ജീവിച്ചിരിപ്പുണ്ടെന്ന്? അവര് ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. അവരെ കാണാൻ ശ്രമിച്ചോ പിന്നെ? ഞാൻ എനിക്ക് ആന്റി തന്നെ നോക്കി ഗാന്ധി ഭവനിൽ നിന്ന് എടുത്തിട്ട് തന്നെ. എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു? ഒരു ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. ആന്റിയുടെ കൂടെ അല്ലേ താമസിച്ചിരുന്നത്? അതെ. ആന്റിക്ക് എന്ത് സംഭവിച്ചു? ആന്റി നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടിട്ടില്ല ആന്റിയെ? പിന്നെ ഞാൻ കുറച്ചുനാൾ കഴിഞ്ഞ് കണ്ടു. പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സഹായിക്കാൻ പറ്റാത്ത ഒറ്റയ്ക്കായി. പിന്നെ ജീവിതം മുഴുവൻ ഒറ്റയ്ക്കായി സാർ. ഫൈറ്റ് ചെയ്യുന്നു. പിന്നെ ഫൈറ്റ് ചെയ്യുന്നു. അമ്മയും അച്ഛനെ ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക സാർ. അവർക്ക് വേണ്ടിയിട്ടാണ്. എവിടെങ്കിലും ഇരുന്ന് ഈ പരിപാടി കാണുവാണെങ്കിൽ എന്ത് പറയും വിനയ്? എനിക്ക് അവരൊപ്പം നിൽക്കാനും അവരുടെ കൂടെ ജീവിക്കാനും ആഗ്രഹമുണ്ട്. അപ്പൊ അവരെവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വന്നെന്നെ കൊണ്ടുപോകണം. അവരൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് സാർ. എനിക്ക് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ എനിക്ക് അവര് അമ്മ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് എന്റെ സ്വന്തം അമ്മേനെ ഇതുവരെയായിട്ട് കാണണമെന്ന് വളരെയായിട്ട് ആഗ്രഹമുണ്ട് സാർ. ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നൽ ജംഗ്ഷനിൽ നമ്മൾ വാഹന പരിശോധന നടക്കുന്ന ടൈമിലാണ് നിൽക്കുന്ന സമയത്താണ് വിനയ് വരുന്നത്. അപ്പോ കൈ കാണിച്ചു. അപ്പൊ ആ ചിരിച്ചോണ്ട് എന്നെ അടുത്ത് നിർത്തി. എവിടെ പോണോ ചോദിച്ചു പറഞ്ഞത് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് പോകുന്നു. കമ്മ്യൂണിറ്റി കിച്ചണില് എന്താ കമ്മ്യൂണിറ്റി കിച്ചണിൽ പോകാൻ കാര്യം? അപ്പൊ പറഞ്ഞു വീട്ടിലാരുമില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ വീട്ടിലെ എന്താണ് അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ബന്ധുക്കളാരും ഇല്ല, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, റൂമിൽ താമസിക്കാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോ എയർപോർട്ടില് ലോട്ടറി വിറ്റിട്ടാണ് ജീവിക്കുന്നത്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് എയർപോർട്ടില് പോയി സൈക്കിളിലാണ് പോയി ലോട്ടറി വിറ്റ് വെളുപ്പിന് 6 മണിയാകുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പഠിക്കുന്നത്. രാത്രിയൊക്കെ ഉറങ്ങണത് ഇങ്ങനെ ഓരോ തിണ്ണകളില് കടത്തിണ്ണയിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ടെർമിനലിലായിരുന്നു. പിന്നെ അവിടെ പോയിട്ടാണ് ഞങ്ങൾ കുളിച്ചതൊക്കെ, ഛത്രപതി ശിവാജി ടെർമിനലിൽ. അപ്പൊ ആ ടെർമിനലിൽ എനിക്ക് ദൈവം പോലെയാണ്. അല്ലെ കുറെ നാൾ എന്നെ നോക്കിയതാണ്. അപ്പൊ മോഹൻലാൽ വിളിച്ചിട്ട് എന്താ പറഞ്ഞു? ലാലേട്ടൻ വിളിച്ചിട്ട് ഫാനാണോ താങ്കൾ? പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചെലവ് ഏറ്റെടുക്കാന്ന് പറഞ്ഞു. ചെലവ് ഫുള്ളായിട്ട് ഏറ്റെടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ലാൽ സാർ എനിക്ക് സ്വന്തമായിട്ട് പഠിച്ച് നല്ല വലിയ നിലയിൽ എത്തണം, അധ്വാനിച്ച് പഠിക്കണം, അതാണ് എന്റെ ഡ്രീം എന്ന് പറഞ്ഞു. ലാലേട്ടൻ ഇഷ്ടപ്പെട്ട് കാണും. കാര്യം ഒരാൾ അധ്വാനിച്ച് ജീവിച്ച് പഠിക്കണം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. എനിക്ക് പേഴ്സണലായി തോന്നിയ കാര്യത്തില് ഇപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് വരെ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇഷ്ടംപോലെ സ്നേഹവും മറ്റേ എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും വഴിവഴിച്ചു പോകുന്ന ബാല്യങ്ങൾ ഒരുപാടാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാല് ഈ വിനയെ കണ്ടുപഠിക്കണം.